നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഡയറക്ടർ രാജീവ് നാഥ് സർ എന്നാണ്. പക്ഷെ അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ ആദ്യം നമ്മുടെയൊക്കെ ഫസ്റ്റ് ഐഡന്റിറ്റി വരുന്നത് ഈ ഫ്രഞ്ച് താടിയ. ഇന്നേ വരെ എൻ്റെ ഈ ഭാഗം എൻ്റെ ഭാര്യ കണ്ടിട്ടില്ല ഷേവ് ചെയ്തിട്ട്. കാരണം എനിക്ക് അല്ല എന്ന് വെച്ചാൽ ടൈം ഇമ്മോറിയൽ എനിക്ക് പോലും ഓർമ്മയില്ല അന്ന് വളർത്തി തുടങ്ങിയ പിന്നെ ഷേവ് ചെയ്തിട്ടില്ല. എന്തോ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മുടെ ബോഡിയുടെ പാർട്ട് ട്രേഡ് മാർക്കൊന്നും അല്ല. അങ്ങനെ ഒരു ട്രിം ചെയ്തൊക്കെ ഇദ്ദേഹത്തിന്റെ ജോലിയാണ്. ആണോ? അപ്പൊ ആദ്യമൊക്കെ വെച്ച് കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ട്രിം ചെയ്യാനുള്ള ധൈര്യം വന്നില്ല. ഇപ്പഴാ ധൈര്യം. ചേച്ചി ആദ്യം പേടിയായിരുന്നോ? എന്നുവെച്ചാ ഇപ്പൊ പേടിയൊക്കെ പോയോ? ഇത്ര വർഷമായില്ലേ മോളെ. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു ഇതാണോ എന്താ പറയാ, ഒരു ഉപദേശമാണോ ചേച്ചി ഇത്? വർഷം ചോറും ഭർത്താവിനെ പേടിക്കണം സെയിം ആണെന്ന് പറയും കുറച്ചുകൂടെ കഴിയുമ്പോ അല്ലേ? അല്ല ഇപ്പോഴും പറയും കേട്ടോ, ഇപ്പോഴും പറയും. ഇപ്പൊ പേടിയൊക്കെ മാറി. പിന്നെ ആണെങ്കിൽ രാജീവേട്ടനെ പറ്റി ബാബുവേട്ടനാണ് ഏറ്റവും എല്ലാവർക്കും രാജീവേട്ടാന്ന് വിളിക്കുന്നതിനെക്കാട്ടിലും എല്ലാരും ഇൻഡസ്ട്രിയിലെ മൊത്തം ആൾക്കാരും ആദ്യം വിളിക്കുന്ന ബാബുവേട്ടാന്നാ വിളിക്കാം. ഭയങ്കര ക്ലോസ് ആയിട്ട് എല്ലാവരുടെയും ബാബുവേട്ടനാണ് ഏറ്റവും മൂത്ത ജ്യേഷ്ഠനാണ് എല്ലാവരുടെയും. പിന്നെ ആണെങ്കിൽ ഒരു ഐഡന്റിഫിക്കേഷനും കൂടെ പറയുവാണെങ്കിൽ നമ്മള് രാജീവേട്ടന്റെ സിനിമ അഹം കണ്ടിട്ടില്ലേ? അതിനകത്ത് ഉർവശി ചേച്ചി ലാൽ സാറിനെ വിളിക്കുന്ന അല്ലേ? എന്താ വിളിക്കുന്നേ? ഇട്ടാന്നല്ലേ വിളിക്കുക. അത് എവിടുന്നാ കിട്ടിയെന്ന് എന്റെ പ്രേക്ഷകർക്ക് അറിയോ? ശ്രീ ചേച്ചി രാജീവേട്ടനെ വിളിക്കുന്ന എന്താന്ന് ചേച്ചിക്ക് എന്താ വിളിക്കുക? ചേച്ചി ഇട്ടാന്നാ വിളിക്കുക. അത് കേട്ടിട്ടാണ് ആ പടത്തിൽ അത് വന്നത് അല്ലേ? അതിനകത്ത് ആ പടത്തിലോട്ട് അങ്ങ് കൊടുത്തതാണോ ആ ഇട്ടായിട്ട്? ആക്ച്വലി അതിന്റെ വേണുനാവളിയാണ്ട് സ്ക്രിപ്റ്റ് വേണു അറിയാം. വേണു മിസ്റ്റർ വീട്ടിലിരുന്നല്ലേ, അങ്ങനെ വേണു ഇട്ടാന്ന് പേരിട്ട് സുരേഷ് വിളിക്കുന്നത് ഇട്ടാന്ന് വിളിക്കുന്നത്. അതിന്റെ പ്രൊഡ്യൂസ് ചെയ്ത കഥ കമലഹാസന്റെ. കമലിന്റെ ബേസിക് സ്റ്റോറി അത് സ്ക്രിപ്റ്റ് ചെയ്ത് വേണുനാവള്ളി അങ്ങനെ ചെയ്തത്. അത് മലയാളികൾക്ക് ഒരിക്കലും കമലഹാസൻ അഭിനയിക്കാൻ വേണ്ടി പറഞ്ഞ സ്റ്റോറി. അത് അത് മോഹൻലാൽ കേട്ട മോഹൻലാൽ ചെയ്യണമെന്ന് നിർബന്ധമായി. ഒത്തിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. സർ എപ്പോഴും ഒരു കുഞ്ഞനിയനെ പോലെ തന്നെ അല്ലേ? ആ ഒരു കാലഘട്ടത്തിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ വെച്ചിട്ട്? അല്ലത് ഇവർ കോളേജ് എൻ്റെ അനിയൻ്റെ ക്ലാസ്മേറ്റ് ഇവരെല്ലാം ഒരുമിച്ച് ബികോമിന് പഠിച്ചാണ്. അന്ന് ആക്ച്വലി ഇവർ സിനിമ വരാനുള്ളൊരു കാരണം തന്നെയുണ്ട്. ഒരു റിസർവ് കാര്യമാണ്. എൻ്റെ ആ സൂര്യനോടുന്ന പടത്തിന് ഷൂട്ടിങ് നടക്കാം മാന്നാറിൽ. അപ്പോൾ അന്ന് അശോകനും ലാലെല്ലാം കൂടെ എനിക്ക് കുറച്ച് കാശ് കൊണ്ടുവരാൻ വേണ്ടി അമ്മ കൊടുത്തയച്ചാൽ. അപ്പോൾ അന്ന് ഞങ്ങളവിടെ താമസിക്കും. ഞങ്ങൾ ഒരു ചെറിയ വീടിനകത്ത് ഇപ്പം ആർട്ടിസ്റ്റിനും എല്ലാവരും താമസിക്കുന്നത്. അപ്പം കുറച്ച് പായം തരണേ ഉള്ളൂ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവരെല്ലാം കൂടെ വന്ന് അപ്പോൾ ഇവർക്ക് സത്യം 2 ദിവസം താമസിക്കാൻ വന്നവർ പിള്ളേരെല്ലാം കൂടെ. പക്ഷേ താമസിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഞാൻ നെടുമുടി വേണമെന്ന് പറഞ്ഞു. വേണു പതുക്കെ വരെ പറഞ്ഞു വിടണമെന്ന് പറഞ്ഞു പിള്ളേർ. അങ്ങനെ വേണു അശോകനെ ലാലിനെ വിളിച്ചു പറഞ്ഞു, നിങ്ങളെ മാത്രം പരീക്ഷ പൊക്കോ, ചേട്ടൻ പ്രത്യേകം പൊക്കണം എന്ന് പറഞ്ഞ് ലാസ്റ്റ് ബസ് കയറ്റി വിടുന്നു. അത് ഇവർക്ക് ഇൻസൾട്ടായി പോയി. കാരണം ഇവർ വലിയ 2 ദിവസം നിൽക്കാൻ വന്നതല്ലേ. അന്ന് അവർ പിറ്റേന്ന് ചോദിച്ചോളാം നമുക്കൊരു സിനിമ എടുത്തോളെ. വാശിയുടെ പുറത്ത് അങ്ങനെയാണ് തിരുവനന്തപുരം സിനിമ എടുക്കുന്നതാണ് കഥ. അപ്പൊ രാജീവേട്ടനെ ഭയങ്കര പേടിയായിരുന്നോ? പിന്നെ അവരുടെ മൂത്ത ചേട്ടനല്ലേ, മനസ്സിലായില്ലേ? അപ്പോൾ പ്രിയൻ എന്നെ കാണാൻ വരും. പ്രിയൻ ഒന്ന് പഠിച്ചോണ്ടിരിക്കുക. അന്ന് പ്രിയൻ നമ്മുടെ ശിഷ്യനായിട്ട് ഇങ്ങനെ രാവിലെ വീട്ടിൽ വരും. പ്രിയനെ അച്ഛൻ കണ്ട വഴക്ക് പറയും, പ്രിയ നീ എൻ്റെ പറയാൻ സിനിമ കിടക്കരുത്. പിന്നെ ഫസ്റ്റ് ഫിലിം രാജീവേട്ട ചെയ്ത് തണല്ലേ, അതിന് സ്റ്റേറ്റ് അവാർഡ് എല്ലാം. അത് എങ്ങനെ രാജീവേട്ടിലേക്ക് വന്നേ? ബേസിക്കലി സംവിധാന ഉദ്ദേശമൊന്നും അല്ല. ഒന്നാ ഞങ്ങളുടെ ഒരു വീട്ടിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു കലാകാരന്മാരെന്നുള്ളതല്ലേ. ഞാനീ എൻ്റെ ഒരു 8mm ക്യാമറ ഉണ്ടായിരുന്നു, 16mm ക്യാമറ. ഇങ്ങനെ ഒരു ഹോബിയായിട്ട് ഇങ്ങനെ ഡോക്യുമെൻ്ററി ചെയ്യാനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പൂന ഫിലിം ഷോ അപ്ലൈ ആയിട്ട് കിട്ടിയില്ല. ഇതൊക്കെ രഹസ്യമായിട്ട്, വീട്ടിലായിട്ട് ബന്ധമൊന്നുമില്ല.
അങ്ങനെ ഞാൻ അത് പിന്നെ ഈ പൂനെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ പോകും. ജോർജ്, ബാബു, ജോൺ ബ്രാക്കറ്റിൽ ഫ്രണ്ട്സായിരുന്നു. ജോർജ് എൻ്റെ പഴയ സുഹൃത്താണ്, കെ ജോർജ്. അങ്ങനെ ഇവരുമായിട്ടൊക്കെ കൊണ്ട് മിങ്കിൾ ചെയ്ത് അന്നും സിനിമ ഡയറക്ടറാകാൻ ഉദ്ദേശമൊന്നും ഇല്ലായിരുന്നു. ആക്ച്വലി ഈ ആദ്യത്തെ സിനിമ ഞാൻ ഉദ്ദേശിച്ചത് ജോർജിന് ഡയറക്റ്റ് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ അങ്ങനെ പക്ഷേ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം പറഞ്ഞാൽ ഞാൻ തന്നെ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവരുടെ ഷൂട്ടിംഗ് സമയത്ത് കെ ജോർജ്, ജോൺ എബ്രഹാം ഇവരെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ എനിക്കൊരു പുതിയ അനുഭവമായിരുന്നു. ഓഫ്കോഴ്സ് എനിക്ക് അതിൻ്റെ ബേസിക്സ് ഒക്കെ അറിയാമെന്ന് വെച്ചു. പക്ഷേ ഞാനൊരു പിന്നെ സ്വപ്നാനന്ദത്തിൻ്റെ കൂടെ വർക്ക് ചെയ്തതാണ്. അങ്ങനെയൊക്കെയുള്ള അറിവുകൊണ്ടാണ് പടം ചെയ്തിട്ട് ഇവരുടെ എല്ലാവരും നല്ലൊരു എന്താ പറയുക സഹകരണമുള്ളതുകൊണ്ടാണ് ആ സിനിമ ഉണ്ടായത്. പക്ഷേ അവാർഡ് കിട്ടുന്ന പ്രതീക്ഷയൊന്നുമല്ല. അത് കഴിഞ്ഞ് ഞാൻ എവിടെയും മദ്രാസ് കണ്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം അടൂർഭാസിൻ്റെ ചേട്ടൻ ചന്ദ്രരാജ് എന്നാണ് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ പുള്ളി എന്നെ കണ്ടു പറഞ്ഞു, ഇവിടെ അവിടെ സ്റ്റേറ്റ് അവാർഡ് എത്തുന്നതാണ്, നിങ്ങൾക്ക് എന്തോ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കും അറിയത്തില്ല എന്ന്. പിന്നെ അമ്മയെ വിളിക്കാൻ. അപ്പോൾ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് വലിയ പിടിയൊന്നും ഇല്ല. അമ്മ ആ മധു വൈപ്പിനെ വിളിച്ചിട്ട് എന്തോ പറഞ്ഞെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അറിയുന്ന ഇങ്ങനെ എനിക്കാണ് ഏറ്റവും നല്ല സംവിധാനം അവാർഡിന് കിട്ടുന്നത്. അപ്പോൾ ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല. അന്ന് അന്ന് വയസ്സ് 25 ആയിട്ടേ ഉള്ളൂ. നാച്ചുറലി ആ ഒരു പ്രായത്തിലുണ്ടായിരുന്നൊരു ഇതുണ്ടല്ലോ അല്ലേ പറയാം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ യാദൃശ്യമാണ്, മനസ്സിലായില്ലേ.